റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ച് ഗൊറില്ല 450. അപ്പോൾ എല്ലാവരും ഇറങ്ങിയാണ് റോയൽ എൻഫീൽഡ് പുതിയൊരു ഞെട്ടിപ്പിക്കുന്ന ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റും അനൗൺസ്മെൻ്റ് ഒക്കെ റീസെൻ്റ്ലിയാണ് നടന്നത്. അന്ന് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോഴേ എല്ലാവരും ഫ്ലാറ്റായി. കാരണം അത്ര കിടിലൻ ഡിസൈനിലാണ് അവരുടെ പുതിയ റോഡ്സ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് എല്ലാ സെഗ്മെൻറ്റ്സും കൈയടക്കാനുള്ള പരിപാടിയിലാണ് എന്ന് തോന്നുന്നു. കാരണം എല്ലാ സെഗ്മെൻറ്റ്സിലും അവരുടെ കിടിലൻ കുറച്ച് ബൈക്സ് ആയിട്ട് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഇയറിലും ഭയങ്കര ക്വിക്കായിട്ടാണ് അവർ പുതിയ പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പം ഹിമാലയൻ 450 ഇത്ര വലിയ ആർഭാടമായിട്ട് ലോഞ്ചായിട്ട് വളരെ കുറച്ച് ആളുകളായിട്ടുള്ളൂ. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ തൻ്റെ അടുത്ത വണ്ടിയുമായിട്ട് അവർ വന്നിരിക്കുന്നു. ഏതായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ റോഡ്സ്റ്റർ ഡിസൈനാണ് നമ്മുടെ ഗൊറില്ല 450 എന്ന് പറയുന്നത്. ഗൊറില്ല ആക്ച്വലി ഇതിൻ്റെ സ്പെല്ല് ചെയ്യുന്നത് GUERRILL എന്നാണ്. ഗോറില്ല എന്നാണ് നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നത്. പക്ഷേ ഏതായാലും നല്ലൊരു വെറൈറ്റി പേരും ഒരു കിടിലൻ ഡിസൈനുമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് റോഡ്സ്റ്ററുമായിട്ടാണ് അവർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു 200 രൂപ മാറ്റി വെക്കാൻ പറ്റും. അതായത് ഈ വീഡിയോ തീരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ 200 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് വെറും ഒരു കുഴിമന്തി കഴിക്കുന്ന പൈസ മാത്രമാണ് 200 രൂപ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ഏകദേശം ഈ വീഡിയോ ഒരു 10,000 പേര് കണ്ടു എന്ന് വെക്കുക. അതിനകത്ത് പാതി ആൾക്കാർ 5,000 പേര് ഈ ഒരു 200 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് ആവുന്നത്. ഈ 10 ലക്ഷം രൂപയ്ക്ക് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ചെറിയൊരു ചാനലിലെ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേര് മാത്രം ഒന്ന് വിചാരിച്ചാൽ ഈ ഒരു 10 ലക്ഷം രൂപ എന്നുള്ളൊരു കാര്യം നടക്കും. എനിക്കറിയാം ഓൾറെഡി നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ടായിരിക്കും. കൊടുക്കാത്തവരോട് എന്ന് പറയുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഈ ഒരു ന്യൂസ് വാല്യൂ തീരുന്നിടം വരെ മാത്രമായി പോരുത്. മിനിമം ഒരു വർഷമെങ്കിലും, ഒരു വർഷം കൊണ്ടൊന്നും ആവില്ല, വേണ്ടി വരും അവർക്കൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും വീടും വണ്ടികളും എല്ലാം നഷ്ടപ്പെട്ട് ഭയങ്കര ദുരിതത്തിലായിരിക്കും അവർ. അപ്പോൾ ഈ ഒരു ന്യൂസ് വാല്യൂ കഴിഞ്ഞിട്ട് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. ഇപ്പം ഒത്തിരി സാധനങ്ങൾ അവിടെ ക്യാമ്പുകളിലൊക്കെ ആയിട്ട് അധികം സാധനങ്ങൾ എത്തുന്നുണ്ട്. കാരണം ഒരു പോയിന്റിലോട്ടാണ് കേരളം മൊത്തം അല്ലെങ്കിൽ ഈ രാജ്യം മൊത്തം ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി സാധനങ്ങൾ വരും. പക്ഷേ ഇതിന് ശേഷവും ഇവർക്കൊരു നമ്മൾ വകയൊരു സപ്പോർട്ട് ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും ഒരു CMDRF പോലൊരു ഫണ്ട് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന വഴിയോ മാത്രമേ പൈസയായിട്ട് കൊടുത്താൽ അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഒക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ CMDRF ഫണ്ട് പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടോ, എത്ര പേർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. ഞാനും എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. വെറും 200 രൂപ മാത്രമാണ് പറയുന്നത്. ഒരു കുഴിമന്തി ഈ മാസം ഒന്ന് കുറച്ച് കഴിച്ച് നോക്കുക. ഇടയ്ക്ക് പറ്റുന്നത് പോലെ വീണ്ടും സഹായിക്കണം. ഇത് മാത്രം പോരാ, നമ്മളെ ഒരു രീതിയിലും ബാധിക്കാത്ത പൈസയാണ് അതാണെന്നുണ്ടെങ്കിൽ സമ്പാദ്യം മൊത്തം നഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക. 450 എന്ന് കേൾക്കുമ്പോഴേ റീസെൻ്റ്ലി അവരുടെ പുതിയ ഹിമാലയൻ 450യുടെ എഞ്ചിനാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ഒരു 452cc 40 HP ആൻഡ് 40 Nm ഓഫ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പവർഫുൾ എഞ്ചിനാണ് ഈ ഒരു കുഞ്ഞൻ ബൈക്കിലിരിക്കുന്നത്. കുഞ്ഞൻ ബൈക്ക് എന്ന് പറഞ്ഞാലും നല്ല അത്യാവശ്യം റോഡ്സ്റ്ററിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ ഈ ഒരു സൈസാണ് ഏകദേശം വരുന്നത്. എന്നിരുന്നാലും അതൊരു സെയിം ഹിമാലയൻ 450യുടെ സെയിം എഞ്ചിനാണെന്ന് പറയാൻ ഒക്കില്ല. കാരണം ഇതിൻ്റെ ട്യൂണിങ്ങിൽ പ്രോപ്പർലി ട്യൂണിങ് മൊത്തത്തിൽ മാറ്റിയിട്ട് മൊത്തത്തിലൊരു പുതിയ ബൈക്കായിട്ട് തന്നെയാണ് അവർ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡയമെൻഷൻ മാറി, ട്യൂണിങ് മാറി, ടയർ സൈസ് എല്ലാം മാറിയതുകൊണ്ട് അതിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. കുറേ വ്യത്യാസങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി കളറും അല്ലേ, കുറേ കളർ ഓപ്ഷൻസ്, കുറേ ഗ്രാഫിക്സ് ഒക്കെയാണ്. ആദ്യമേ ഗൊറില്ലയിൽ ആദ്യം അട്രാക്ട് ചെയ്തത് കുറേ ഇവരുടെ കളർ ഓപ്ഷൻസ് ആയിരുന്നു. നല്ല കുറച്ച് ഗ്രാഫിക്സും നല്ല കുറച്ച് കളർ കോമ്പിനേഷൻസും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ പല വേരിയൻസ് ഇറക്കിയിട്ടുള്ളത്. ഈ വണ്ടിയിൽ നോക്കിയാൽ തന്നെ ഫ്രണ്ടിലെ അലോയുടെ കളറും ബാക്കിൽ ബ്ലാക്ക് കളറും ഒക്കെ ആയിട്ട് 2 വെറൈറ്റി കളേഴ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലൊക്കെ പല കോമ്പിനേഷൻസ് ഉണ്ട്. കുറേ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ കസ്റ്റമൈസേഷനും അവരുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടാങ്ക് ഈ ഒരു സൈസ് വരുന്നുണ്ടെങ്കിൽ ഒരു 11 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ്. 11 ലിറ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഡിസൈനും അതുപോലെ അതിനകത്ത് DRLൻ്റെ ഓപ്ഷൻസും പിന്നീട് ഇൻഡിക്കേറ്റേഴ്സും എല്ലാം നല്ലൊരു റെട്രോ സ്റ്റൈലല്ല, ഒരു റോഡ്സ്റ്ററാണ് എങ്കിലും ആ റെട്രോ സ്റ്റൈൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മഡ് ഫ്ലാപ്സിനും വൈറ്റ് കളേഴ്സ് കൊടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നു. താഴോട്ട് നോക്കിയാൽ ആ ഒരു അലോയ് വീൽസ് ആ ഒരു കളറിൽ വന്നിരിക്കുന്നു. കളർ വേരിയൻസ് അനുസരിച്ച് മാറും. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ടയർ. ഇതിൻ്റെ ഡിസൈനിൽ ഏറ്റവും പറയാനുള്ളൊരു കാര്യം ടയർ എന്ന് പറയാം. റൈഡിങ് ഡൈനാമിക്സിലെയും ഡിപ്പെൻഡ് ചെയ്യും, ഇതിൻ്റെ ലുക്കിനെയും നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടയർ സൈസ്. കാരണം 120 ആണ് ഇതിൻ്റെ ടയർ സൈസ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ 160
mm ആണ് റിയറിലെ ടയർ സൈസ് വന്നിരിക്കുന്നത്. ഇത്രയും വിഡ്ത്തിൽ ഒരു ടയർ സൈസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര വലിയ ടയർ സൈസസ് ആണ് റോയൽ എൻഫീൽഡ് അവരെ ഏറ്റവും പുതിയ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇതൊരു റോഡ്സ്റ്റർ ആയ സ്ഥിതിക്ക്, റോഡിൽ ഓടിക്കേണ്ട വണ്ടി ആയ സ്ഥിതിക്ക് ടയർ സൈസ് കൂടുന്തോറും അതിനനുസരിച്ചുള്ള കംഫർട്ടും കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ലോങ് റൈഡ്സിൽ കോർണർ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ ക്രൂസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടയർ നല്ലൊരു കോൺഫിഡൻസ് തരാൻ സാധ്യതയുണ്ട്. അതല്ല നമ്മളിപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ലുക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കിൽ നോക്കുവാണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഓടിപ്പോകുവാണെങ്കിലും ഈ ഒരു ടയർ സൈസ് നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യും എന്ന കാര്യത്തിലൊരു ഉറപ്പുണ്ട്. പിന്നെ അവിടുന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്സ്, നേരത്തെ USD ഫോക്സ് ആണ് നമ്മുടെ ഹിമാലയന് വന്നിരിക്കുന്നത്. ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഓഫ് റോഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാനുള്ള വണ്ടി അല്ലല്ലോ, അപ്പോൾ പിന്നെ USDസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്സൈഡ് ഡൗൺ ഫോക്സ് അല്ല വന്നിരിക്കുന്നത്. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ അതും മോണോ ഷോക്സ് ആണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്സ്, ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS സഹിതമുള്ള ഒരു ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അത് 3 വേരിയൻസ് ആണ് ഇതിലുള്ളത്. ആ 3 വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്യുവൽ ചാനൽ ABS കൊടുത്തിരിക്കുന്നു. വേരിയൻസിൻ്റെ കാര്യമെല്ലാം നമുക്ക് വഴിയേ പറയാം. ഇനിയും ബാക്കിൽ ഡിസൈനിൽ നിന്ന് നമ്മൾ മുന്നീന്ന് വരികയാണ്. അപ്പം ഇനി ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാൻഡിലിൽ അതിൽ സ്വിച്ചസും കൺട്രോൾസും എല്ലാം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും പറയാനില്ല. നമ്മൾ പുതിയ റോയൽ എൻഫീൽഡ്സിൽ കണ്ട് ശീലിച്ചിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്സിലേറ്റർ കേബിൾ അല്ല, റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് ഇതിലും വന്നിരിക്കുന്നത്. സ്ലിപ്പർ ക്ലച്ചസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മൾട്ടി ഇൻഫർമേഷണൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് ബേസ് വേരിയൻറ്റിൽ അനലോഗും അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് വേരിയൻറ്റിൽ ഡിജിറ്റലുമാണ്. ഇപ്പോൾ നമുക്ക് വേരിയൻ്റ് കാര്യം പറഞ്ഞേക്കാം. 3 വേരിയൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അനലോഗ്, ഡാഷ്, ഫ്ലാഷ് എന്ന 3 വേരിയൻസ് ആണ് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ഉള്ളത്. അതിൽ അനലോഗിലാണ് ബേസിക് ഡിസ്പ്ലേ ഉള്ളത്. സെക്കൻഡും തേർഡും വേരിയൻറ്റിൽ ഇതിൻ്റെ TFT ഡിസ്പ്ലേസ് അവൈലബിൾ ആണ്. അതിൽ നാവിഗേഷൻസ് സഹിതമുള്ള കിഡിലൻ ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ പുതിയ ഹിമാലയൻ 450 കണ്ട് പരിചയമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നീട് MIDയിൽ 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്ന, ട്രിപ്പ് 1, ട്രിപ്പ് 2 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഫ്യൂവൽ റേഞ്ചും ഫ്യൂവൽ കൺസപ്ഷനും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളതും ബാറ്ററിയുടെ ഹെൽത്തും കാര്യങ്ങളും, അതുപോലെ എൻജിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് മൊബൈൽ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ മാപ്സും ആക്സസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിൻ്റെ സെൻസർ ഉണ്ട്. നമ്മുടെ ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഇതിൻ്റെ MIDയുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിക്കോളും. അതുപോലെ USB Type-C ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ ഹോൾഡ് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ LEDs ആണ് മൊത്തം. ഈ വണ്ടിയിലെല്ലാം LED ലൈറ്റ്സ് മാത്രമാണ്, അല്ലാതെ വേറൊരു ലൈറ്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാലും റിയറിൽ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ ഹിമാലയനിൽ കണ്ട് ശീലിച്ച പോലെ ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്ററിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിരുന്നു. അതെന്തുമാത്രം പ്രാക്ടിക്കൽ ആണെന്നോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നും അറിയില്ല. എന്തായാലും അങ്ങനെയാണ് അവർ പുതിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ടാങ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമുക്ക് സീറ്റ് ഹൈറ്റ് 780 mm സീറ്റ് ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു സീറ്റ് മീൻസ് നല്ല ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ് ഹൈറ്റ് ആണ്. നോർമൽ ഹൈറ്റിലും കുറച്ചുകൂടെ കുറവുള്ളവർക്കും ഈസി ആയിട്ട് മാനുവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ് ഹൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 780 mm എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ താന്നിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സിമ്പിൾ ആയിരിക്കും. സീറ്റ് ഹൈറ്റ്സ് ഒക്കെ അത്രയും കുറവായതുകൊണ്ട് തന്നെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കൊരു ഡെയിലി കമ്മ്യൂട്ടായിട്ടോ ഒരു വീക്കെൻഡ് ട്രിപ്സിന് പോകാനായിട്ടോ ജസ്റ്റ് ഈവനിങ്ങിൽ ജസ്റ്റൊക്കെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാനായിട്ടോ ഒക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ്. നമ്മുടെ ഓഫ് റോഡിങ് പരിപാടികൾ മാത്രം അത്ര റെക്കമെൻഡബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഇൻ്റർസെപ്റ്റേഴ്സ് വെച്ച് തന്നെ ഓഫ് റോഡിങ് ചെയ്യുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതും നടക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഗോറില്ല 450. ഇനി അടുത്തത് ഈ വണ്ടിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആംഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അട്രാക്റ്റീവ് ആംഗിളാണ്, പക്ഷേ എനിക്കത് അട്രാക്റ്റീവായിട്ട് ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നിങ്ങളേതായാലും നല്ല കുറച്ച് ഷോർട്സ് അല്ലാതെ ഞാൻ കാണിക്കാം. ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ഒരു എക്സോസ്റ്റും അതുപോലെ ബാക്കിൽ നിന്ന് ആ ഒരു ലുക്ക്. കാരണം ഏറ്റവും എടുത്ത് പറയേണ്ടതിൻ്റെ ടയർ സൈസ് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലുക്ക് എൻഹാൻസ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഡിസൈനും എല്ലാം കിടിലൊരു ലുക്കാണ് വന്നിരിക്കുന്നത്. ബാക്കിലത്തെ നമ്മൾ പറഞ്ഞു 160 ആണ് 17 ഇഞ്ച് വീൽസിൽ കൊടുത്തിരിക്കുന്ന ടയറിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഡ്യുവൽ ചാനൽ ABS വന്നിരിക്കുന്നു. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെയിൽ ലാംപ്സ് വന്നിരിക്കുന്നു. ഒരു ഗ്രാബ് റെയിലും വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് ബാക്കിൽ പറയാനുള്ളത്. എങ്കിലും ഡിസൈൻ വൈസ് അടിപൊളി, ഒരു രക്ഷയില്ലാതെ റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള സാരി ഗാർഡൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടേലേ പറ്റുള്ളല്ലോ. ഓക്കെ, അതൊക്കെയാണ് വണ്ടിയുടെ ഡിസൈൻ വൈസും എല്ലാം പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ഡൈമെൻഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും വീൽ ബേസ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹിമാലയനെക്കാട്ടിലും. അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരു പുതിയ ഫ്രെയിമാണ്. ടോട്ടലി പുതിയതാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പുതിയൊരു ഫ്രെയിമാണ്.
വന്നിരിക്കുന്നത്. അപ്പം വീൽ ബേസ് കുറഞ്ഞതപ്പം അതനുസരിച്ചുള്ള റൈഡ് ഫീലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും എന്തായാലും. വീൽ ബേസ് മാത്രമല്ല കുറഞ്ഞിട്ടുള്ളത്, വെയിറ്റ് കൂടെ കുറഞ്ഞിട്ടുണ്ട്. 185 kilograms ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹിമാലയനെക്കാട്ടി ഒരു 10-15 kilograms ഇതിന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ്റെ 450 എഞ്ചിനിൽ നമ്മൾ ലിക്വിഡ് കൂളിംഗ് കണ്ടു. അതേപോലെ ലിക്വിഡ് കൂളിംഗ് ആണ് ഇതിൻ്റെ വന്നിരിക്കുന്ന കൂളിംഗ് ടെക്നോളജിയും വന്നിരിക്കുന്നത്. കൂളിംഗ് എന്തുമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാം. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പേ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് സിംഗിൾ സീറ്റിൽ തന്നെ, അതായത് റൈഡർക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കാനുള്ള, അതായത് ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന് ഓടിക്കണമെങ്കിൽ അങ്ങനെ, ബാക്കിലോട്ട് റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കണമെങ്കിൽ അങ്ങനെ. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, സൈഡിലെ കേർവ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം മെയിൻ റൈഡറിനെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ്സ് ആണ്. സീറ്റ്സ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. സീറ്റ്സിൻ്റെ കാര്യം നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിലിയൻ സീറ്റ് കംഫോർട്ടൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം, യൂസറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം എന്തായാലും നമുക്കറിയില്ല. പിന്നെ ഒരു അപ്രൈറ്റ് റൈഡിങ് പൊസിഷനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. വണ്ടി നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയൊരു ഫീഡ്ബാക്കിൽ നിന്നാണ് പറയുന്നത്. പിന്നെ ഫുഡ് പാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓഫ് റോഡ് ബൈക്ക് അല്ലാത്ത സ്ഥിതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചതുകൊണ്ട് റൈഡിങ് കംഫർട്ട് റോഡിൽ കൂടും, ഓഫ് റോഡിങ്ങിന് അത് ബാധിക്കും. ഓഫ് റോഡിങ്ങിനുള്ള വണ്ടി അല്ലാത്തതുകൊണ്ട് അതും പ്രശ്നമില്ല. അതൊക്കെയാണ് ആ ഒരു കാര്യങ്ങളിൽ പറയാനുള്ളത്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ അക്സസറീസ് നമുക്ക് കുറേ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗൊറില്ല ഇറക്കാനായിട്ട് പറ്റും. ഈ ഒരു കാണുന്ന ലുക്കിലല്ലായിരിക്കും ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് മൊത്തത്തിൽ ഇറങ്ങുമ്പോൾ പുതിയൊരു വണ്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത്ര അധികം അക്സസറീസ് റോയൽ എൻഫീൽഡിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ ആപ്പ് യൂസ് ചെയ്തോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് അവരുടെ ടാബൊക്കെ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് 2.39 lakhs ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 വേരിയൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. 3 വേരിയൻസും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി 3 വേരിയൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.39 ഏതായാലും ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോമിനാറായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പക്ക കോമ്പറ്റേറ്ററായിട്ട് നമ്മുടെ ട്രയംഫ് സ്പീഡ് 400-നെയാണ് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഡ്യൂക്ക് 390 പറയാം. നല്ലൊരു പെർഫോമൻസ് ഇതിൻ്റെ എഞ്ചിനും ഉള്ളതുകൊണ്ട് റോയൽ എൻഫീൽഡ് ഇവിടെ കിടന്നതാണെന്ന് ഓർക്കണം അവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കുറേ മോഡൽസാണ് ഇവർ കൊണ്ട്. ഇത്രയും മോഡൽസ് ഉള്ള, അതായത് നിലവിൽ സെല്ല് ചെയ്യുന്ന, നേരത്തെയൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ ചെല്ലുമ്പോൾ ഒരു ക്ലാസിക്കും സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ ഒരു ഹിമാലയനും അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെല്ലുമ്പം എത്ര വേരിയൻസ് ആണ്, സ്ക്രാം, ഹിമാലയൻ, അതുപോലെ ഗൊറില്ല, ഹണ്ടർ, മെറ്റിയോർ, അങ്ങനെ കുറേ വേരിയൻസ് ആണ്. ഈ ഷോറൂമിലോട്ട് കയറുമ്പോഴേ ഭയങ്കര ഹാപ്പി മൂഡാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കുറേ റോയൽ എൻഫീൽഡ് ബൈക്സ് വരട്ടെ, നല്ല ബൈക്സുകൾ ഇറക്കട്ടെ, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് റോയൽ എൻഫീൽഡ് ഫോർ ദിസ് ഗൊറില്ല 450. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു എക്സോസ് നോട്ട് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എക്സോസ് നോട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്, എൻഡിങ്ങിലും എക്സോസ് നോട്ട് തന്നെ കേൾപ്പിക്കാം. സ്വിച്ചസിൻ്റെ കാര്യമൊന്നും ഞാൻ എടുത്ത് പറയാൻ പോയില്ല, കാരണം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നില്ലാത്തതുകൊണ്ട്. ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. റൈഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത് നിർത്തിയിട്ട് കേൾക്കുന്നതിനെക്കാട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗൊറില്ല 450യെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.